ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ള നെക്ക് ഡിസൈനും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിലും നൈറ്റിയിലാവട്ടെ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ ചുരിദാറിലാണ് ചെയ്യുന്നത്. ചുരിദാർ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നല്ല വശം ഉൾവശത്തേക്ക് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം, എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചുരിദാർ കട്ട് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പോൾ ലൈനിങ്ങും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ് ഞാൻ ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ളതല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കളറൊന്നും നിങ്ങൾ മെയിൻ ചെയ്യേണ്ട. നമുക്ക് എങ്ങനെയാണ് നെക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുക്കണം. അപ്പോൾ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഞാൻ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ ഒരു ക്യാൻവാസിൻ്റെ വിടുത്ത് ഞാൻ 7 ഇഞ്ചിലേക്കായിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഒരു ഇറക്കം എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു വീതിയിലും നീളത്തിലും വരുന്ന ഒരു ക്യാൻവാസിൻ്റെ പീസ് നിങ്ങൾ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണ് നെക്കിന് വിടുത്ത് വേണ്ടത്, അതുപോലെ ലെങ്ത്ത് വേണ്ടത്, അതൊക്കെ നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ നെക്കിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ ഇറക്കം വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ 5.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എല്ലാ നെക്കിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു സ്ക്വയർ ആക്കിയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ റൗണ്ടിൽ നെക്ക് വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ റൗണ്ട് നെക്കായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കായിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെക്കിന് ആദ്യം ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പോയിന്റിൽ വെച്ചിട്ട് 4 ഇഞ്ചിൽ നമുക്ക് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കായിട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് നമ്മൾ നെക്ക് വരച്ചിട്ടുള്ള ആ റൗണ്ടിൽ നിന്ന് 4 ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. നമ്മൾ നെക്കിന് മാർക്ക് ചെയ്തിട്ടുള്ള, നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ഈ ഒരു 4 ഇഞ്ച് വീതിയിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ക്യാൻവാസ് ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കണ്ടല്ലോ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിലൊരു പിന്നൊന്ന് ഇതുപോലെ കുത്തി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പിന്ന് ഇതുപോലെ ഒന്ന് കുത്തി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോയിലൂടെ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഉൾവശം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർബ്രിഡ്ജ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മുകളിൽ ചെറിയൊരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളത് തുണിയിൽ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ക്യാൻവാസിൻ്റെ പീസ് മലർന്നു പോകാതെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാനിവിടെ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തുണിയുടെ നല്ല വശം വരുന്നത്. ചീത്ത വശത്താണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് അത് നമ്മൾ ക്യാൻവാസിലേക്ക് ഇതുപോലെ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, നമ്മൾ ലാസ്റ്റിലാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ക്യാൻവാസ് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ തുണി ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കാം. ഇത് തുണിയുടെ ചീത്ത വശമാണ്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആ സെൻറ്റർ ലൈൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ മുകളിൽ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുത്താലും നമുക്ക് കിട്ടും. പിന്നെ ലൈനിങ്ങിൻ്റെ തുണി ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ തുണി അതുപോലെ മെയിൻ തുണിയുടെയും സെൻറ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ആ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ക്യാൻവാസിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെയും സെൻറ്റർ മാച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഈ ഒരു റൗണ്ട് ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പിന്നെന്തെങ്കിലും കുത്തി വെച്ചിട്ട് നമുക്ക് കറക്റ്റായി പിടിച്ചിട്ട് വേണം നമുക്കത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.
അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ റൗണ്ട് നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കർവ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിനെ നമുക്ക് മറിച്ചെടുക്കണം. ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇതുപോലെ എന്ത് ചെയ്യുക, ചുരിദാറിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ആ ചുരിദാറിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന കാര്യം ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ചുരിദാറിൻ്റെ മുകളിൽ കൂടെ ആ നെക്കിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് വൃത്തിയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു തുണിയുടെയും ക്യാൻവാസിൻ്റെയും നടുക്ക് വരുന്ന ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ലൈന്, ആ ലൈനിലൂടെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് തുമ്പ് പോലെ പിടിച്ചിട്ട് ഈ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് ഈ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മൾ തയ്ച്ച തയ്യൽ നമ്മൾ പുറത്തേക്ക് കാണത്തില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും. അല്ലാതെ നെക്കിൻ്റെ മുകളിലൂടെ ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. കണ്ടല്ലോ, ഞാനിവിടെ ഈ ഒരു പോയിൻറ്റിലൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് ക്യാൻവാസിൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു തുണിയിൽ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ ഒരു പീസിനെ ഇതുപോലെ ഇതിൻ്റെ ഉൾവശത്തേക്ക് മടക്കി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പോട്ട്ലി ബട്ടൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോട്ട്ലി ബട്ടൺസ് താഴെ ഭാഗത്ത് വെച്ചിട്ട് അതും സ്റ്റിച്ച് ചെയ്യാം. ഒക്കെ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്ലെയിൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൽ അധികം ഡീറ്റെയിൽ ആയിട്ട് വർക്കുകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ലേസ് വെച്ച് അല്ലെങ്കിൽ പോട്ട്ലി ബട്ടൺസ് വെക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയ പീസ് ലേസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇതാ ചെറിയൊരു പീസ് ലേസ് ഉണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ലേസ് ഒന്നുമല്ല, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ലേസ് ഇതിൻ്റെ താഴെ വശത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൻ്റെ താഴത്തെ പോലെ റൗണ്ടിലങ്ങ് വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പോട്ട്ലി ബട്ടൺസ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്തിട്ട് അങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഐഡിയക്ക് ചെയ്യുക കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മളിന്ന് നെക്ക് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് വരുന്നത് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെ പീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.